والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين بإذن الله أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMICയുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അല്ലാത്ത നിലക്കും ഇത്തരം ക്ലാസുകളൊക്കെയും മറ്റു സംവിധാനങ്ങളിലൂടെ കേൾക്കുന്ന സമയത്തുള്ള ശ്രോതാക്കൾ, അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം 5 വഖത്ത് ഫർള് നിസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങളും മറ്റു പ്രധാനപ്പെട്ട പല നിസ്കാരങ്ങളും നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ. പലപ്പോഴും നിസ്കാരങ്ങളൊക്കെ നമ്മൾ കുറെ നിസ്കരിക്കുന്നുണ്ടാകും. അത് സംബന്ധമായ മസലകൾ അറിയാത്തതിന്റെ പേരിൽ എത്രയോ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ കുറെ കാലം മുന്നേ, കുറെ കാലം എന്ന് പറഞ്ഞാൽ സാധുവായ ഞാനൊക്കെ KMICയിൽ കയറിയ ഉടനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണക്കാർ നിസ്കാരത്തിലൊക്കെയും ശ്രദ്ധിക്കാതെ പോയ പല ജാതി മസലകൾ, അതൊന്നും കേൾക്കാത്ത പലവരും ഉണ്ടാകും. ഈ പുതുതായി കടന്നു വരുന്ന ഒരുപാട് ശ്രോതാക്കൾ, അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ വിടുമ്പോൾ കേൾക്കുന്നവർ. അൽഹംദുലില്ലാഹ്, KMICയുടെ സൈറ്റിൽ കയറി നിസ്കാരവുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഞാൻ ക്ലാസ് റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് വെച്ച റെക്കോർഡ്, ചൂപിട്ട് കിടക്കുന്ന രോഗികളുടെ നിസ്കാരം, നിത്യാശുദ്ധിക്കാരുടെ നിസ്കാരം പോലോത്തതൊക്കെയും അപ്പോഴും ഇപ്പോഴുമായി പല നിലക്കും കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെയും വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇത്തരം കാര്യങ്ങളൊക്കെയും അറിയാതെ പലതും ചെയ്തു കൂട്ടി ഇനിയെങ്കിലും ഇതെല്ലാം ശ്രദ്ധിക്കാൻ ഒരു അവസരം എന്ന നിലക്ക് സന്തോഷം രേഖപ്പെടുത്തുന്നവരുണ്ട്. സാധാരണക്കാർ കേൾക്കാൻ അത്തരം നല്ല നല്ല കാര്യങ്ങൾ തന്റെ വിലപ്പെട്ട സമയം പുറത്തെവിടെങ്കിലും പോയാൽ ഓവർ ടൈം ജോലി ചെയ്താൽ എങ്ങനെയെങ്കിലൊക്കെയും 10 രൂപ ഉണ്ടാക്കാൻ ഇന്ന് ഗൾഫുകാർക്ക് പല സംവിധാനങ്ങളുമുണ്ട്. പക്ഷെ കിട്ടിയ ശമ്പളം കൊണ്ട് പൊരുത്തപ്പെട്ട് എപ്പോഴും ക്ലാസ് റൂമിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏതൊരു മസാല കിട്ടിയാലും അത് ക്ലിപ്പാക്കി മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നാളെ ആഖിറത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ ഒരു ഇടം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് KMICയുടെ മുന്നണി പോരാളികളാവുന്ന സാധാരണക്കാരായ പ്രവർത്തകർ, അല്ലാഹു തആല അവർക്കൊക്കെയും അവരുടെ സമയങ്ങളിലും ബിസിനസ്സുകളിലും തൊഴിലുകളിലും കുടുംബത്തിലൊക്കെയും അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഖൈറായ വീടും മക്കളും കുടുംബവും നല്ല ബന്ധങ്ങളും അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, എത്രയോ മസലകള് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ട് പല സദസ്സുകളിലും ചെല്ലുമ്പോ കുറെ പ്രായമായ പല സഹോദരിമാരും പൊട്ടിക്കരഞ്ഞ രംഗങ്ങൾ. കാരണം 60 വയസ്സ് 70 വയസ്സൊക്കെ ആയ പല സഹോദരിമാരും ജീവിതത്തിൽ വിത്തത് മുടങ്ങാതെ നിസ്കരിച്ചവർ, തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിച്ചവർ, തറാവീഹ് മുടങ്ങാതെ നിസ്കരിച്ചവർ, റമളാനൊക്കെ ആകുമ്പോൾ പ്രത്യേകമായി സുന്നത്ത് നിസ്കരിച്ചവർ, ജീവിതത്തിൽ ഖളാ ആയിപ്പോയ ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടിയവർ. പക്ഷെ ആ വീട്ടിയവരോടൊക്കെയും പല സദസ്സിലും സ്ത്രീകളുടെ മുഖമക്കനയുടെ ഒരു മസലല്ലേ, ഈ പല സഹോദരിമാരും താടിയല്ലിന്റെ താഴ്ഭാഗത്തില് ഔറത്തായി കിടക്കുന്ന ചില ഭാഗങ്ങള് മറക്കാതെ നിസ്കരിക്കുന്ന എത്രയോ സഹോദരിമാര്. ഞാൻ അതൊക്കെ ഇതിങ്ങനെ ഉണർത്തുന്നത് ഇന്ത്യയൊക്കെ മേച്ചറില്ലാൻ ചെല്ലത്തും ഫിഖ്ഹിയായ വിഷയങ്ങളില് മേച്ചർ കമ്മിയായതുകൊണ്ട് പറഞ്ഞത് ആവർത്തിക്കാനൊന്നും അരീഖാദ് അഷ്റഫ് വിചാരിച്ചണ്ട. കാരണം ദിവസേന ചെയ്യുന്ന ഇബാദത്തില് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങള് ചിലപ്പം
അപ്പോഴൊന്നും നമ്മൾ പറയുമ്പോ കേൾക്കാത്ത ഒരാള് ഈ സദസ്സിലുണ്ടെന്ന് വെക്കുക. അപ്പൊ എന്റെ അമ്മ നിസ്കരിക്കുമ്പോ ഞാനൊന്ന് നോക്കട്ടെ, എന്റെ ഭാര്യ നിസ്കരിക്കുമ്പോ ഞാനൊന്ന് നോക്കട്ടെ. നമ്മളൊക്കെ മുമ്പ് പറഞ്ഞിട്ടില്ലേ, എത്രയോ സ്ത്രീകള് മുഖം മറക്കുമ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മുടിയുടെ തുമ്പ് പുറത്തേക്ക് വരുന്നവർ, താടിയെല്ലിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് മറക്കല് നിർബന്ധമായത് മറക്കാത്തവർ, മുൻകൈയ്യ് ഒഴിച്ചാണല്ലോ തണ്ടം കൈയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് കയ്യുയർത്തുമ്പോ, കൊനൂറ്റിന് വേണ്ടി കയ്യുയർത്തുമ്പോ ഔറത്തായി വരുന്ന തണ്ടം കയ്യിന്റെ ഭാഗങ്ങളൊക്കെ വെളിവാകുന്ന എത്ര എത്ര സഹോദരിമാര്. ചില സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സിന് ചെന്നിട്ട് പാവപ്പെട്ട സഹോദരിമാരോട് ഇത്തരം മസാലകളൊക്കെ പറയുമ്പോ പല സഹോദരിമാരും പോരാ നേരത്ത് പറയും, ഉസ്താദെ ഞങ്ങളൊക്കെ എത്ര കാലായി ഇങ്ങനെ നിസ്കരിക്കുന്നത്, ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും ഉണർത്തിത്തരാൻ ഉണ്ടായില്ല. വയലുകളും ക്ലാസുകളൊക്കെയും പലതും ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ക്ലാസും പരിപാടി എന്നൊക്കെ ഞങ്ങൾ ഇപ്പോഴാ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ ക്ലാസുകളൊക്കെയും റെക്കോർഡ് ചെയ്ത് പല ഫാമിലികൾക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അവർക്കൊക്കെ അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും നിയ്യത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരമാവധി ചുരുക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിയ്യത്തിന്റെ ചർച്ചകളിലേക്കൊക്കെ കടന്നാൽ ഒരുപാട് ദിവസങ്ങള് ക്ലാസ് എടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നിയ്യത്തുമായി ചർച്ചയിൽ വരുന്നുണ്ട്. ഏതായിരുന്നാലും ചുരുക്കി നമുക്ക് അവസാനിപ്പിച്ച് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഫർളിലേക്ക് കടക്കാം. 1-2 ദിവസം മുന്നേ 2 പ്രാവശ്യം തക്ബീർ ചൊല്ലുന്നവര് ഒറ്റ കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് പുറത്ത്, ഒറ്റ കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് അവരേന്ന് ഒറ്റയർത്തിയും കളിക്കേണ്ടതായിരിക്കാതെ അഷ്റഫ്. തക്ബീരത്തിൽ നമ്മൾ സാധാരണ അഷ്റഫൊക്കെ സ്കൂൾക്കോവിന കാലത്ത് ഒരു ഒറ്റയർത്തിയും കളിക്കലുണ്ടല്ലേ, ഇഞ്ച് കളിച്ചിരിക്കുന്നൊന്നും അറിയില്ല. പലോലി സ്കൂൾക്കൊക്കെ പോകുമ്പോ വാഹനത്തിന്റെ നമ്പർ നോക്കിയിട്ടൊരു ഒറ്റയർത്തിയും കളിക്കലുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവരെ ഒറ്റ കൊണ്ടും ഇരച്ച കൊണ്ടും കളിക്കുന്നവരുണ്ട്. ഇരച്ച കൊണ്ട് കളിച്ചാല് നിസ്കാരത്തിന് പുറത്തും, ഒറ്റ കൊണ്ട് നിസ്കരിച്ചാല് നിസ്കാരത്തിന്റെ അകത്തും ആവുന്നൊക്കെ മസാലകള് അതൊക്കെ കേട്ടപ്പോ വസ്വാസ് കാരണം തക്ബീറത്തുൽ ഇഹ്റാം ആവർത്തിച്ച് ചെല്ലുന്നവരൊക്കെയും പല ഭാഗത്തു നിന്നും വിളിക്കാൻ, ഉസ്താദെ ഞങ്ങളൊക്കെ നിസ്കാരം ഇപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം എത്തുമ്പോ എന്താകുന്ന ആലോചിക്കേണ്ടി വരും. അല്ലാഹു തആല പറയാനും കേൾക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കുവാനൊക്കെയും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഒരു റൂമിലുള്ള ചില ആളുകളുടെ ഒരു തീരുമാനം, ഖളാ ആയിപ്പോയ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടാൻ ചില ചെറുപ്പക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിസ്കാരം ഖളാ ആക്കുന്നതിന്റെ ഗൗരവവും ഏത് ഘട്ടത്തിലും നിസ്കാരം നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോ ഫ്ലൈറ്റ് കത്താൻ പോവുകയാണ്, ഫ്ലൈറ്റിൽ അപകടം സംഭവിക്കാൻ പോവുകയാണ്, പാരച്ചൂട്ടിലായി താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്കെത്തുമ്പോഴേക്ക് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ പാരച്ചൂട്ടിൽ വെച്ചിട്ട് എന്തുവാണ് നിസ്കരിക്കണല്ലേ. പോലത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് പലവരും നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ, അതുപോലെ തന്നെ പല സ്ത്രീകളും, ചില സ്ത്രീകൾ പറഞ്ഞു, ഉസ്താദൊക്കെ പറഞ്ഞ മാതിരിക്കാണെങ്കിൽ ഞങ്ങളുടെ മുമ്പൊക്കെ ഞങ്ങൾ ധരിച്ചിരുന്ന മക്കന, അവിടത്തെ മറക്കാൻ വേണ്ടി ധരിച്ചിരുന്ന ആ മക്കനയുടെ മസ്തലയ്ക്കും കേട്ട പല സഹോദരിമാരും നിസ്കാരങ്ങൾ പരമാവധി ബാത്തിലായിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ട്. ഉസ്താദെ നിങ്ങളൊക്കെ ആ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഞങ്ങളൊക്കെ നിസ്കരിച്ച പല നിസ്കാരങ്ങളും ബാത്തിലാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങളത് ഖളാ വീട്ടുകയാണ്. ഒരു അജ്മാനിൽ നിന്നൊരു സഹോദരിന്റെ ആയി വിളിക്കുക, ഞാനിന്റെ സുന്നത്ത് നിസ്കാരം വരെ ഒഴിവാക്കി. കാരണം ഉസ്താദിന്റെ ക്ലാസ് കേട്ടപ്പോ പല നിസ്കാരങ്ങളും മസാല അറിയാതെ ബാത്തിലായി പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട്, ഇനി സുന്നത്ത് നിസ്കാരമല്ല, ജീവിതത്തിൽ ഖളാ ആയിപ്പോയ ബാത്തിലായിപ്പോയ നിസ്കാരങ്ങൾ
ഖളാ വീട്ടാൻ തീരുമാനിച്ചവരുണ്ട്. അങ്ങനെ ചില ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ചെറിയ ചോദ്യത്തിന് മറുപടി പറഞ്ഞ നിയ്യത്തിലേക്ക് വരികയാണ്. അതായത് ഖദാ ആയി ഖളാ ആയി നിസ്കരിക്കുന്നവന്റെ പിന്നിൽ അദാ ആയി നിസ്കരിക്കുക. അത് നമ്മൾ മുമ്പൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാള് ഒരേ നിസ്കാരം ഖളാ വീട്ടുകയാണ്. ഒരാള് ളുഹ്ർ അദാ ആയി നിസ്കരിക്കുക, വേറൊരാള് ളുഹ്ർ ഖളാ ആയി നിസ്കരിക്കുക. നിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു മസ്അലല്ലട്ടോ. ക്ലാസ് റൂമിൽ ക്ലാസ് കേൾക്കുന്ന ഈ റൂമിലുള്ളവർക്ക് നിസ്കാരങ്ങൾ രണ്ടാൾക്കാർക്ക് നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ തീരുമാനിക്കുമ്പോ അപ്പൊ അവരെ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ചില ശ്രോതാക്കൾ ചോദിച്ചപ്പോ നമ്മുടെ ക്ലാസ് റൂമിൽ അത് പറയുമ്പോ അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമെങ്കിലും ഓർക്കും അതൊരു ഉപകാരം ചെയ്യുമെന്ന നിലക്ക് പറയാം. അപ്പോ ഒരാള് ളുഹ്ർ അദാ ആണ്, മറ്റേ ആള് ളുഹ്ർ ഖളാ വീട്ടുകയാണ്. അപ്പൊ ഒരാൾ അദാവും മറ്റൊരാൾ ഖളാവും. നിസ്കാരം ഒന്നെന്നെയാണ്. രണ്ടാൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ എണ്ണവും കറക്റ്റാണ്. ളുഹ്റും 4 അസ്റും 4. പക്ഷെ നിസ്കാരത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ തുടരാൻ പറ്റുമോ? തുടരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ജമാഅത്തിന്റെ കൂലിയൊന്നും കിട്ടൂല. ഖിലാഫുൽ ഔലയാ. കാരണം തുടരൽ കറാഹത്തോ ഖിലാഫുൽ ഔലയ്ക്കാവുമ്പോ ജമാഅത്തിന് അതിന് കൂലിയൊന്നുമില്ല. പക്ഷെ രണ്ടാളെ നിസ്കാരം ഒന്നാണ്. ഒരാള് ആലൂര് ഖളാ വീട്ടുന്നത് ളുഹ്റാണ്, ഷഹീർ ഖളാ വീട്ടുന്നതും ളുഹ്റാണ്. രണ്ടാളും ളുഹ്റാണ് ഖളാ വീട്ടുന്നത്. ദിവസം ഷഹീറിന് ബുധനാഴ്ചക്കത്തെ ളുഹ്റേക്കാരം ഖളാ അയക്കുക, ആലൂരിന് വെള്ളിയാഴ്ചക്കത്തെ ളുഹ്ർ ആയിരിക്കും ഖളാ അയക്കുക. പക്ഷെ രണ്ടാളും ഖളാ വീട്ടുന്നത് എന്താണ്? ളുഹ്റാണ്. അപ്പൊ അവരെ ജമാഅത്തായി നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണ്. ഖളാ വീട്ടപ്പെടുന്ന നിസ്കാരം രണ്ടും ഒന്നായി കഴിഞ്ഞാൽ ഖളാ ഇമാമിന്റെയും മഅ്മൂമിന്റെ ഇമാമായി വരുന്നവന്റെയും ഇമാമായി വെള്ളിയാഴ്ചക്കലത്തെ ളുഹ്റാണ്. കേട്ടോ, വെള്ളിയാഴ്ച ളുഹ്ർ ഖളാ ആവൂലല്ലേ? എന്നാ ശനിയാഴ്ച ആയിക്കോട്ടെ. മലയാളം പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി. ക്ലാസ് ശ്രദ്ധിക്കണെന്തേന്ന് മനസ്സിലായി. വീണോത്ത് കാണുന്നില്ലാന്ന് കേട്ടിട്ടില്ല. ഏതായാലും ക്ലാസ് ശ്രദ്ധിക്കണെന്തേന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അപ്പൊ അള്ളാഹു വെള്ളിയാഴ്ചയോന്ന് വെച്ചത്. അള്ളാഹു വളക്കത്തെ അറിയാം. ഇത് ഞാൻ വീണോത്ത് കാണുന്നില്ലാന്ന് അറിയാം. അപ്പൊ ഏതായാലും ഒരാൾക്ക് ശനിയാഴ്ചക്കത്തെ നിസ്കാരാണ് ഖളാ ആയത്, ഒരാൾക്ക് വ്യാഴാഴ്ചക്കത്തെ ളുഹ്റാണ് ഖളാ ആയത്. രണ്ടാൾക്കും ഖളാ വീട്ടുന്നത് രണ്ടാളും ളുഹ്റാണ്. അപ്പൊ ഒരാൾ അങ്ങനെ നിസ്കരിക്കാണ്, എന്ത് ചെയ്യാ? ഖളാ വീട്ടാം. ജമാഅത്തായി നിസ്കരിക്കാം. അപ്പോ ഇമാമിന്റെയും മഅ്മൂമിന്റെയും ഖളാ വീട്ടപ്പെടുന്ന നിസ്കാരം ഒത്തുവന്നാൽ അത് രണ്ടും ജമാഅത്തായി നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണ്. ഏതായാലും ആ മസ്അല പലപ്പോഴും നമുക്ക് ഉപകാരം ചെയ്യും. നമ്മളൊക്കെ ഇങ്ങനെ റംസാനിക്ക് ഇങ്ങനെ ഖളാ വീട്ടുന്ന നിസ്കാരങ്ങളല്ലേ. ഇത്രേ ആൾക്കാരുണ്ട് റംസാനൊക്കെ ആവുമ്പോ ഖളാ ആയിപ്പോയ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടുന്നവര്. അപ്പൊ ഒരാളിങ്ങനെ ളുഹ്റിൽ നിന്ന് ഖളാ വീട്ടുകയാണ്. നമ്മക്കൊരുപാട് ളുഹ്ർ ഖളാ വീട്ടാണ്ട്. നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാം, ജമാഅത്തിന്റെ മൂല്യം കിട്ടും. കാരണം ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താവുമ്പോ അങ്ങനെ നിസ്കരിക്കുമ്പോ ജമാഅത്തായി നിസ്കരിച്ചതിന്റെ പ്രതിഫലവും കിട്ടും എന്ന് ആ ശ്രോതാക്കൾക്ക് വേണ്ടി എല്ലാവരും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലൊക്കെ ചാൻസ് കിട്ടുമ്പോ നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളായിരിക്കും സാധാരണക്കാർക്ക് നടക്കുന്ന. ഏതായിരുന്നാലും നിയ്യത്തുമായി ബന്ധപ്പെട്ട 1-2 മസ്അല കൂടി നമുക്ക് പറഞ്ഞ് ഈ ക്ലാസ് നിയ്യത്തുമായി ബന്ധപ്പെട്ട തൽക്കാലം അവസാനിപ്പിക്കുക. പിന്നെ ഞാൻ സംബന്ധമായ കുറച്ച് ഇഷ്കാലുകളൊക്കെ ഉണ്ടെങ്കിൽ വരും ക്ലാസുകളിലായി സംശയം സമയത്തിനനുസരിച്ച് തീർക്കുക. എന്നും ഒന്നുമ പോകുമ്പോ നമ്മൾ പഠിക്കേണ്ടതാണ് പറഞ്ഞ കാര്യമില്ല. കാരണം നമ്മുടെ സഹോദരിമാർക്കൊരു ഉപകാരം കിട്ടണം. കാരണം ജമാഅത്തുമായി അല്ലെങ്കിൽ ജുമുഅയുമായി ബന്ധപ്പെട്ട നിയ്യത്തുമായി ബന്ധപ്പെട്ടതൊക്കെ അങ്ങനെ ചർച്ചകളിലേക്ക് കടക്കുമ്പോ ഉറക്കം ഒഴിച്ച് ഈ ക്ലാസ് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് സൗദിയിലുള്ള ഫാമിലികളുണ്ട്. അപ്പൊ അവരെ നമ്മള് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അവർക്കും കൂടി ഉപകാരമുള്ളത് ചർച്ച ചെയ്യാം. അല്ലാത്തത് വേറെ ഏതെങ്കിലും സമയത്തിനനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യും. ഏതായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാണ്, സഹോദരിമാർക്ക് ഉപകാരം ഉണ്ടാവും. ആദ്യം ഇത് നിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയിലേക്ക് കടന്നു വരാൻ ആദ്യം ഈ മസ്അല പറയാം. പല സാധാരണക്കാർക്കും അറിയാതെ പോയൊരു കാര്യമാണ്. അത് ഞാൻ ആദ്യങ്ങൾക്കൊന്ന് മനസ്സിലാക്കിട്ട. ആലൂര് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കപ്പോയി. ഉദാഹരണങ്ങള് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു നിർത്തും. സാധാരണക്കാർക്ക് ഈ മസ്അലയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാ പറഞ്ഞു.
ആലൂര് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. എന്നും ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിൽ എത്തുന്നവനാണ്. പക്ഷെ ഒരിക്കൽ യാദർശികമായി പള്ളിയിലെത്തിയപ്പോ ജമാഅത്ത് കഴിഞ്ഞിക്കണ്. പള്ളിയിലെത്തി വൈക്കന്ന ആരോ ഒരു ഫോൺ ചെയ്തു, അർജന്റായി ഫോൺ ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്യാൻ നിന്നു. അതൊരു 5 മിനിറ്റ് സംസാരിക്കേണ്ടി വന്നു. ആ സംസാരം കഴിഞ്ഞ് പള്ളിയിലെത്തിയപ്പോ ജമാഅത്തിന്റെ കൂലി അല്ല ജമാഅത്ത് കഴിഞ്ഞിക്കണ്. അപ്പൊ പിന്നെ ആലൂര് എന്ത് ചെയ്തു? ഒറ്റക്ക് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷഹീർ കയറി വരുന്നത്. നടക്കോന്നില്ല, ഞാനൊരു ഉദാഹരണം. ആലൂര് തമാമിലാണ്, ഷഹീർ മക്കത്താണ്. രണ്ടാമത്തെ ഇപ്പൊ അങ്ങനെ നിസ്കരിച്ച് ആലൂര് ജമാഅത്ത് പോയ വിഷമം. ഞാൻ എന്നും ജമാഅത്തായി നിസ്കരിക്കുന്നവനാണ്. ആ പള്ളിയിലേക്ക് വരുമ്പോ ആരോ ഫോൺ ചെയ്തു. ഓനോട് സംസാരിക്കാൻ നിന്ന കാരണം എന്റെ ജമാഅത്ത് പോയി. പള്ളിയിലെത്തി ജമാഅത്തൊക്കെ കഴിഞ്ഞിക്കണ്. ആലൂര് നിസ്കരിച്ചിങ്ങനെ സലാം വീട്ടി ദിക്റും സലാത്തും ഇങ്ങനെ ചെല്ലിരിക്കുക. അപ്പോഴാണ് ഷഹീർ കയറി വരുന്നത്. അപ്പൊ ആലൂരിനൊരു ചോദ്യം. എന്താ ചോദ്യം? ചങ്ങാഴ്ച 5 മിനിറ്റ് നേരത്തെ വരാൻ നമുക്ക് ജമാഅത്ത് എത്തിയില്ലേ അല്ലെ? ഒരു ജമാഅത്തിന് ആഗ്രഹമുള്ളവര്, ഞാൻ ഇനി പറയാൻ പോകുന്ന മസ്അല അറിയാത്തവർ, ഞാൻ ഒരു മസ്അല പറയാൻ പോകുന്നുണ്ട്, അത് ജമാഅത്തിന് ആഗ്രഹമുള്ളവരും പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു മസ്അലുണ്ട്, ആ മസ്അല അറിയാത്തവരും പറയുന്നൊരു വാക്കെന്താ? ചില 5 മിനിറ്റ് 2 മിനിറ്റ് നേരത്തെ വരികയാണെങ്കിൽ നമുക്കൊരു ജമാഅത്ത് എത്തിനാണ്. അപ്പൊ ഈ അങ്ങനെ പറയുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. പക്ഷെ അവർക്ക് അവരൊരു മസ്അല അറിയില്ല. എന്താ അറിയാത്തത്? ഫർള് നിസ്കാരം ഒരിക്കൽ നിസ്കരിച്ചു, അത് ഒറ്റക്ക് നിസ്കരിക്കട്ടെ ജമാഅത്തായി നിസ്കരിക്കട്ടെ. അതായത് ഉദാഹരണം ളുഹർ ഒരാൾ ഒറ്റക്ക് നിസ്കരിച്ചു, അല്ലെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ഈ നിസ്കാരം ഒന്നുകൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. ഞാനിതുവരെ നിസ്കാരം മടക്കി നിസ്കരിക്കൽ സുന്നത്താണ് എന്നുള്ള മസ്അലല്ല പറഞ്ഞിട്ടോ. ഇവിടെ നിയ്യത്തിന്റെ വിഷയം കിടക്കുന്നുണ്ട്. ആ നിയ്യത്ത് പഠിപ്പിക്കാനാണ് ഇപ്പൊ ഞാൻ ഈ മസ്അല പറഞ്ഞത്. കാരണം അപ്പൊ ഒറ്റയ്ക്ക് മടക്കപ്പെടുന്ന നിസ്കാരത്തിൽ ഇമാം നിയ്യത്തിനെ കരുതണമെന്ന് പറയുമ്പോ എന്താ മടക്കല്ലേ? തീരെ ഫിഖുവുമായി ബന്ധമില്ലാത്ത എത്രയോ സാധാരണക്കാർ ഇപ്പൊ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഇനി റെക്കോർഡ് വെക്കുമ്പോ അങ്ങനെ കേൾക്കുന്നവര്, ഗ്രൂപ്പിലൂടെ കേൾക്കുന്നവർ. അപ്പൊ അതിങ്ങനെ മടക്കപ്പെടുന്ന നിസ്കാരത്തില് ഇമാമ് നിയ്യത്തിനെ കരുതണം എന്ന് പറയുമ്പോ അപ്പൊ തിരിഞ്ഞില്ലാന്നൊരു ഇത് വരും. അപ്പൊ ആ തിരിയാതിരിക്കരുത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ അത് പറയുന്നത്. നോക്കി ഇനിയിപ്പൊ പറ്റും. ഇപ്പോ സ്ത്രീകൾക്ക് പള്ളിക്കൾക്ക് ഏതായാലും ജമാഅത്തിന് പോവാൻ പറ്റൂല. അപ്പൊ ആണുങ്ങൾ പള്ളിക്ക പോയി ജമാഅത്തായി നിസ്കരിച്ചു. വീട്ടില് ഭാര്യ ഒറ്റക്കാണ്, അല്ലെങ്കിൽ റൂമില് ഭാര്യ ഒറ്റക്കാണ്. അപ്പൊ ഈ ഭർത്താവ് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചു വന്നതിന് ശേഷം ഭാര്യയെ കൂട്ടിയിട്ട് ഒന്നും പാടെ മടക്കി നിസ്കരിക്കാം. ഭാര്യനോട് പറയാം, ഞാൻ വന്നിട്ട് കഴിച്ചാല് ഞാൻ പള്ളിക്ക പോയി ജമാഅത്തായി നിസ്കരിച്ചു വരാം, ഞാൻ വന്നിട്ട് എനിക്ക് നിൽക്കുമ്പാടെ ഒന്നും പാടെ. കാരണം ഭർത്താവ് ഒരിക്കൽ നിസ്കരിച്ചു, ഈ നിസ്കരിച്ചത് ഒന്നും കൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. ഭാര്യ ഏതായാലും ളുഹർ നിസ്കരിച്ചിട്ടില്ല, അപ്പൊ ഭാര്യനെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് മടക്കി നിസ്കരിക്കാം. അപ്പൊ ഇങ്ങനൊരു സുന്നത്തുണ്ട്. പല സാധാരണക്കാരെന്ത് പറയും, 2 മിനിറ്റ് മുമ്പ് വന്നിക്കണമെങ്കിൽ എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ. അപ്പൊ ഒരാൾക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി മുസ്തഫാലൂരി എന്താ മറ്റൊരാൾക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല മടക്കി നിസ്കരിക്കൽ സുന്നത്ത്. രണ്ടാളും ജമാഅത്തായി നിസ്കരിച്ച ആളാണ്, എന്നാലും മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. മനസ്സിലായില്ല? ആലൂരും ഞാനും ളുഹർ ജമാഅത്തായി നിസ്കരിച്ച ആളാണ്. ഇനി ഒന്നും കൂടി മടക്കി കഴിക്കാൻ പേക്കോലും മൊഴിയിലങ്ങ് ഒരിക്കൽ തന്നെ നിസ്കരിക്കാൻ നേരല്ല. എന്നിട്ടാഞ്ഞിപ്പോ 2ാമത്തെ ഒന്നും നിസ്കരിക്കണേ, അത് സുന്നത്താണ്. ഒന്നും കൂടി ഫർള് നിസ്കാരം ഒന്നും കൂടി മടക്കി നിസ്കരിക്കുക, അത് സുന്നത്താ. പക്ഷെ അതിനെന്ത് വേണം? നിബന്ധനകളുണ്ട്. ഇതാ നിസ്കരിച്ചാ പോലെ ചില നിബന്ധനകൾ പാലിക്കണം. കാരണം നമുക്ക് ഒരിക്കൽ തന്നെ നേരല്ല. മുമ്പാരോടോ സമയം ചോദിച്ചു, ഷഹീർ ആലൂരിനോട് സമയം ചോദിച്ചപ്പോ ആലൂർ 10:10
അപ്പൊ ഷഹീദ നീ ഒരിക്കൽ പറഞ്ഞാൽ തന്നെ കിട്ടിയില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? 10 സമയം പറഞ്ഞതാണ്, 2 പറഞ്ഞതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല് ഒരിക്കൽ തന്നെ നിസ്കരിക്കാൻ സമയമില്ലാത്ത നമ്മളാണ്. അപ്പൊ ഫറള് നിസ്കാരം മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അത് ഈ ഫറള് നിസ്കാരം ഓൻ ആദ്യം ജമാഅത്തായി നിസ്കരിക്കട്ടെ, അതല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കട്ടെ, ഏത് കോലത്തിലും ഇത് മടക്കി നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണ്. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. എന്താ ഒരു നിബന്ധന? എന്താ? ഒന്നാമത്തെ നിസ്കാരം സഹീഹാവും. ഒന്നാമത്തെ നിസ്കാരം സഹീആവുമ്പോഴാണ് ഈ മടക്കി നിസ്കരിക്കൽ എന്താവുക? സുന്നത്താവുക. 3 ഷർത്തുണ്ട്. ഒന്നാമത്തെ നിസ്കാരം ഉദാഹരണം പറയാം. ഒരിക്കൽ ളുഹ്ർ നിസ്കരിച്ചു. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് ബാക്കിലേക്ക് നോക്കുമ്പോ തുണിക്കോട്ടുണ്ടായി. ഔറത്ത് വലിവാവുന്ന രൂപത്തിൽ വസ്ത്രത്തിന് ദോലുണ്ടായിരുന്നു. ഇനിയിപ്പോ മടക്കി നിസ്കരിക്കലല്ല അതുപോന്ന്. ഇപ്പൊ നിസ്കരിച്ച നിസ്കാരം എന്താണ്? ബാത്തിലാണ്. ഔറത്ത് വലിവായ രൂപത്തിലായിരുന്നു ഓൻ നിസ്കരിച്ചത്. പക്ഷെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഓന്റെ ഔറത്ത് നിസ്കാരം ബാത്തിലാണെന്ന് അറിഞ്ഞു. അല്ലെങ്കിൽ ഓൻ ഒലുണ്ടാക്കി നിസ്കരിച്ചതാണ്. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഒലു സഹിയായിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പൊ ഒന്നാമത്തെ നിസ്കാരം അവരെന്താവണം? സഹിയാവും. അതാണ് ഒരു ശാസ്ത്രം. പിന്നെ സമയത്തിലാവും. സമയത്തിലാവും. അതായത് ഇപ്പൊ ളുഹ്ർ മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. എപ്പോ അസറിന്റെ ശേഷം പിന്നെ സുന്നത്തില്ല. ളുഹ്ർ മടക്കി നിസ്കരിക്കുകയാണെങ്കിൽ ളുഹ്റിന്റെ സമയത്തിലായിട്ട് തന്നെ നിസ്കരിക്കണം. പിന്നെ അതേമാതിരിക്ക് തന്നെ ഒറ്റ പ്രാവശ്യം സുന്നത്തുള്ളൂ. ഒറ്റ പ്രാവശ്യം. അപ്പൊ ഒരാളിങ്ങനെ പിന്നും 2, 3, 4 പ്രാവശ്യം മടക്കി നിസ്കരിക്കുക, അതുമില്ല. പിന്നെ അതേമാതിരിക്ക് തന്നെ അതിന് ജമാഅത്തായി നിസ്കരിച്ചവനാണെങ്കിൽ തന്നെ ഇഞ്ഞും മടക്കി നിസ്കരിക്കാം. പിന്നെ ആ മടക്കി നിസ്കരിക്കുന്നത് എന്താവണം? ജമാഅത്തായിട്ട് മടക്കി നിസ്കരിക്കണം. അല്ലാതെ ഒരാള് ളുഹ്ർ ജമാഅത്തായി നിസ്കരിച്ചു, എന്നിട്ട് എന്താക്കി ആ ളുഹ്ർ ഒറ്റക്കൊന്നും പാടെ മടക്കി നിസ്കരിക്കാൻ. അതുകൊണ്ട് ഒറ്റക്ക് ഒറ്റക്ക് ളുഹ്ർ നിസ്കരിച്ചവൻ അല്ലെങ്കിൽ ജമാഅത്തായി ളുഹ്ർ നിസ്കരിച്ചവൻ വീണ്ടും ആ ളുഹ്ർ ജമാഅത്തായിട്ട് മടക്കി നിസ്കരിക്കുക. അല്ലാതെ എന്തല്ല, ഒറ്റക്ക് ജമാഅത്തായി നിസ്കരിച്ച നിസ്കാരം പിന്നെ അത് ഒറ്റക്ക് മടക്കി നിസ്കരിക്കൽ എന്തില്ല? സുന്നത്തില്ല. അത്രയും നിബന്ധനകളൊക്കെയും ഒക്കണം. ഈ നിബന്ധനകളൊക്കെ ഒത്ത് ഒരാളും മടക്കി നിസ്കരിക്കുമ്പോ വാസ്തവത്തിൽ ഈ നിസ്കരിക്കുന്നത് സുന്നത്താണ്. വരെയും പിന്നെ ചില നിബന്ധനകളൊക്കെയും അതിൽ പറയുന്നുണ്ട്. ഒരു ഖിലാഫുള്ള വസ്തു. ഇങ്ങനെ ഈ മടക്കി നിസ്കരിക്കുമ്പോ എല്ലാ റക്അത്തും ജമാഅത്തായിട്ട് കിട്ടണോ കിട്ടണ്ടേ എന്നുള്ളൊരു ചർച്ച ഉണ്ട്. ഒരിക്കൽ ളുഹ്ർ നിസ്കരിച്ച ആള് ജമാഅത്തായിട്ട് വീണ്ടും മടക്കി നിസ്കരിക്കൽ സുന്നത്താണെന്ന് വരുമ്പോ ഈ ജമാഅത്ത് ഇപ്പൊ ളുഹ്റാണ് മടക്കി നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്തും ജമാഅത്ത് ആയിട്ട് നിസ്കാരം സംഭവിക്കണോ, അതല്ല ഒരു റക്അത്ത് ജമാഅത്തായി സംഭവിച്ചാൽ മതിയോ? മഹാനായ റംലി ഇമാമ് പറയുന്നത് ഇങ്ങനെ മടക്കി നിസ്കരിക്കുമ്പോ 4 റക്അത്തും ജമാഅത്തായിട്ട് സംഭവിക്കണം. എന്തുപോലെ? അപ്പൊ ഒരാള് ഉദാഹരണം പറയാ, ഒരാള് ളുഹ്ർ നിസ്കരിച്ചു, ഒറ്റക്കോ ജമാഅത്തോ ആയിട്ട് ളുഹ്ർ നിസ്കരിച്ചു. ഈ നിസ്കാരം ഒരാളിന് മടക്കി നിസ്കരിക്കുകയാണ്. അപ്പൊ വേറൊരു ളുഹ്ർ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്. ഇവന്റെ നിസ്കാരത്തിന്റെ ശേഷം വേറൊരു ളുഹ്ർ ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ആ ജമാഅത്തിന്റെ 3 റക്അത്ത് കഴിഞ്ഞിരിക്കണം, 4ാമത്തെ റക്അത്ത് എത്തിക്കണം. അപ്പോഴാണ് ഈ നിസ്കരിച്ചവൻ, ഈ ളുഹ്ർ ഫർള് നിസ്കരിച്ചവൻ മടക്കി നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ 4ാമത്തെ റക്അത്ത് പോയിട്ടാ തുടരുന്നത്. അപ്പൊ അങ്ങനെ മടക്കി നിസ്കരിക്കുന്നവൻ 4ാമത്തെ റക്അത്തിൽ തുടരുമ്പോ എത്ര റക്അത്താ കിട്ടുന്നത് ജമാഅത്തായിട്ട്? ഒരു റക്അത്തല്ലേ? ഒരു റക്അത്ത് 1ാമത്തെ റക്അത്തിൽ ജമാഅത്ത് കിട്ടിയാൽ മതി. എന്നാൽ തന്നെ ആ മടക്കി നിസ്കരിക്കൽ സഹിയാകുമെന്നാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. പക്ഷെ റംലി ഇമാം പറയുന്നത് അങ്ങനെ മടക്കി നിസ്കരിക്കുമ്പോ എന്ത് വേണം? അത് 4 റക്അത്തും ജമാഅത്തായിട്ട് കിട്ടണം.
അല്ലാതെ ഒരു റക്അത്ത് ജമാഅത്തായിട്ട് കിട്ടിയാ പോരാ. മടക്കി നിസ്കരിക്കുമ്പോ ഫർള് നിസ്കാരം മടക്കി നിസ്കരിക്കുമ്പോ നാല് റക്അത്ത്, സുബഹിയാണെങ്കിൽ 2 റക്അത്ത്, മഗ്രിബ് ആണെങ്കിൽ 3 റക്അത്ത്, ളുഹ്റും അസ്റും ഇശയൊക്കെ ആണെങ്കിൽ 4 റക്അത്ത്. എത്ര റക്അത്താണോ അത് ആ നിസ്കാരം ആ റക്അത്ത് ഫുള്ള് കിട്ടണം. അങ്ങനെ ഒരു ഖിലാഫ് അവിടെയുണ്ട്. പിന്നെ അതേമാതിരിക്ക് തന്നെ എന്ത് വേണം, മടക്കി നിസ്കരിക്കല് ജായിസാണെന്നുള്ള അഭിപ്രായക്കാരനുമാവും. എന്ത് വേണം, ആരോടൊപ്പം മടക്കി ഈ നിസ്കാരം മടക്കി നിസ്കരിക്കല് ജായിസാണെന്ന അഭിപ്രായമുള്ള ഇമാമാവും. ഉദാഹരണം പറയാം, ഹനഫി മദ്ഹബില് ഇമാമ് ഷാഫി മദ്ഹബുകാരനാണ്. ശ്രദ്ധിക്കണം, ഇമാമ് ഷാഫി മദ്ഹബുകാരനാണ്. മഅ്മൂം എന്താണ്, ഹനഫി മദ്ഹബുകാരനാണ്. എങ്കിലും അത് സഹിയാവൂല. മനസ്സിലായി? ഒന്നും കൂടി മനസ്സിലാക്കി തരാം, അതൊന്നും ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഇപ്പൊ ആരൂരും ഷഹീർ പോലെ തന്നെ അബുസിനാൻ ഉസ്താന്റെ നാത്തെ കാലത്ത് എത്തിക്കുന്നു. അപ്പൊ ഇരിക്കുന്നോലെ 11:09 ഏയ് 11:09 എന്ന് 11 മണിക്കാണ് ഉസ്താദിന്റെ ക്ലാസ്. എനിക്കറിയില്ലട്ടോ, വ്യാഴാഴ്ച സമയം ചെയ്യണ്ട. വ്യാഴാഴ്ച 11 മണിക്കാണോ ക്ലാസ് ആണെങ്കിൽ മാറ്റാം അല്ലേ? കാരണം എന്താണ്, വ്യാഴാഴ്ച മൊയ്ലിയന്മാര് നാട്ടിൽ പോയതിനു ശേഷം നമ്മക്ക് നാട്ടിൽ പോവാനില്ല, വിദേശത്തേക്ക് പോവാൻ. വ്യാഴാഴ്ച മൊയ്ലിയന്മാർക്ക് എപ്പോഴും ക്ലാസ് നോക്കാം. ഈ വ്യാഴാഴ്ച ഉസ്താദുമാർ നാട്ടിൽ പോയതിനു ശേഷമാണ്. അപ്പൊ ചിലപ്പം ക്ലാസിന്റെ ടൈം മാറ്റിയിരിക്കണമെങ്കിൽ ഉസ്താദിന് മൈക്ക് തരാം ഞാൻ. പിന്നെ മൈക്ക് ആണോ? ചിലപ്പം ജോലി സ്ഥലത്ത് നിന്ന് ക്ലാസ് എടുത്തിട്ട് പിന്നെ നാട്ടിൽ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവരറിയിച്ചാൽ ഞാൻ മൈക്ക വിട്ടു തരാം. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നോക്കിങ്ങള്. അപ്പൊ നോക്കി, ഇപ്പൊ ആലൂരും ഷഹീറും അല്ല ളുഹ്റ നിസ്കാരക്കും കഴിഞ്ഞിരിക്കുന്നു. ഒറ്റക്കോ ജമാഅത്തോ ആയിട്ട് ഒരിക്കൽ നിസ്കരിച്ചിട്ട് ഇനി രണ്ടാലും ഒരു മടക്കി നിസ്കരിക്കാതെ തീരുമാനമാണ്. അപ്പൊ മടക്കി നിസ്കരിക്കാൻ ഇമാമായി നിൽക്കുന്നത് ആലൂരാണ്. മഅ്മൂമായി നിൽക്കുന്നത് ആരാണ്? ഷഹീറാണ്. പക്ഷെ മഅ്മൂമായ ഷഹീർ ഹനഫി മദ്ഹബുകാരനാണ് എന്ന് വെക്കുക, സങ്കല്പിക്കുക. മഅ്മൂമായി വരുന്ന ഷഹീർ ഹനഫി മദ്ഹബുകാരനാണ് എങ്കിൽ ആലൂരിന് ഹനഫി മദ്ഹബുകാരനാവുന്ന ഷഹീദിനോട് കൂടെ ഈ ഫർള് നിസ്കാരം മടക്കി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുകയില്ല. എന്റെ കാരണം, മഅ്മൂമാവുന്ന ഷഹീദിന്റെ മദ്ഹബാകുന്ന ഹനഫി മദ്ഹബിൽ ഫർള് നിസ്കാരം മടക്കി നിസ്കരിക്കൽ എന്തില്ല? സുന്നത്തില്ല. ഫർള് നിസ്കാരം മടക്കി നിസ്കരിക്കൽ എന്തില്ല? സുന്നത്തില്ല. അപ്പൊ ഇമാമായി നിൽക്കുന്ന ആലൂര് മുൻഫരിദിന്റെ സ്ഥാനത്താണ്, ഒറ്റക്ക് നിസ്കരിക്കുന്നവന്റെ സ്ഥാനത്തായിട്ട് വരും. അപ്പൊ അവരാ നിസ്കാരം മടക്കി നിസ്കരിച്ചാൽ സഹിയാവൂല. ഇങ്ങനത്തെ ചില നിബന്ധനകൾ, ചില പ്രത്യേക നിബന്ധനകൾ കൂടി ഉണ്ട്. പക്ഷെ അതിപ്പോ നമുക്ക് വല്ലാതെ അങ്ങനെ ആവശ്യം വരൂല. പക്ഷെ ഗൾഫുകാരൊക്കെ ആവുമ്പോ മടക്കി നിസ്കരിക്കുമ്പോ ചിലപ്പം ഗൾഫിലൊക്കെ മിക്കപ്പോഴും ഈ മടക്കി നിസ്കാരം നമ്മൾ ഹനഫി മദ്ഹബുകാരോടൊക്കെ ആകുമ്പോ ഇങ്ങനെ ഒരു സുന്നത്തുണ്ട്, ഒരു പാകിസ്ഥാനോട് പറയാനൊന്നും പറഞ്ഞ് നമ്മളൊന്ന് ആവേശത്തിൽ മടക്കി നിസ്കരിക്കുമ്പോ ഈ നിബന്ധന കൂടി അവിടെ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഒന്നാമത്തെ നിസ്കാരം സഹിയാവണം, അതുപോലെ തന്നെ സമയത്തിലാവണം. ഒരാൾ ളുഹ്റ് മടക്കി നിസ്കരിക്കാണ്, ളുഹ്റിന്റെ സമയം കഴിഞ്ഞ് പിന്നെ അസറിന്റെ നേരത്ത് കൊണ്ടുപോയിട്ട് അത് മടക്കി നിസ്കരിക്കൽ എന്തില്ല? സുന്നത്തില്ല. പിന്നെ അതേമായി തന്നെ ഒന്നാമത്തെ നിസ്കാരം എന്താവണം? സ്വഹീഹായാൽ മതി. ചിലപ്പോ ഒന്നാമത്തെ നിസ്കാരം മടക്കി നിസ്കരിക്കൽ ആവശ്യമായ നിസ്കാരമായിട്ടാണെങ്കിലും ശരി. ഉദാഹരണം, തണുപ്പ് കാരണം ഒരാൾ തയമ്മം ചെയ്ത് നിസ്കരിക്കുക. തണുപ്പ്, ശക്തിമത്തായ തണുപ്പ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തണുപ്പ്. ആ തണുപ്പ് കാരണം ഒരാൾ തയമ്മം ചെയ്ത് നിസ്കരിക്കുക. പക്ഷെ ആ നിസ്കാരം പിന്നെ മടക്കി നിസ്കരിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഒരുത്തം നിസ്കരിച്ച ളുഹ്റ് എന്നുള്ള ഈ ളുഹ്റ് എന്താകുന്നു? തണുപ്പ് കാരണം തയമ്മം ചെയ്ത് നിസ്കരിച്ച നിസ്കാരാണ്.
പിന്നീട് ഈ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. പക്ഷെ ഇപ്പോൾ ഈ നിസ്കാരം സഹീഹാണ് എന്ന നിലക്ക് ആ കോലത്തിൽ ഒന്നാമത്തെ നിസ്കാരം സഹീഹായാൽ മതി. ചിലപ്പോ ഒന്നാമത് ഇവൻ നിസ്കരിച്ചത് മടക്കി നിസ്കരിക്കൽ നിർബന്ധമാവുന്ന ചില സന്ദർഭങ്ങളിലുള്ള നിസ്കാരമാണ്. പക്ഷെ ഇപ്പൊ നിസ്കരിച്ച നിസ്കാരം സഹിയാണോ, ശരിയായ രൂപത്തിൽ സഹിയായിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കാം. അപ്പൊ ഒന്നാമത്തെ നിസ്കാരം എന്താവണം? സഹിയാവണം. നേരെ മറിച്ച് ഇനി എന്ത് വെച്ചൂല? ഫാക്കിദു തഹൂറൈനി അത് വെച്ചു. ഉദാഹരണം പറയാ, വെള്ളം കിട്ടിയില്ല, മണ്ണും കിട്ടിയില്ല, ഒന്നും കിട്ടാനില്ല. ബൈക്കിനെ മാതിരി നിസ്കരിക്കാൻ 4 വർഷം അല്ലെ? വെള്ളം കിട്ടാല്ല, തയമം ചെയ്യാൻ മണ്ണും കിട്ടാല്ലെങ്കിൽ അവരേന് ഫാക്കിദു തഹൂറൈനി എന്ന് പറയാം. 2 ശുദ്ധിയെയും ഇല്ലാതെയാക്കിയവൻ, 2 ശുദ്ധിയെയും ഇല്ലാതാക്കിയവൻ. അവരൊരു മസല പറയാത്ത, അതൊരു മസല പറയാൻ. കുലി നിർബന്ധമായി ഒരാൾ കൂട്ടത്തിലൊരു മസല, കുലി നിർബന്ധമായി. അപ്പൊ നമുക്ക് നിസ്കാരത്തിന്റെ ഗൗരവം തിരിയാനാണ് പറഞ്ഞത്. കുലി നിർബന്ധ, കുലിക്കാതെ വെള്ളം കിട്ടിയില്ല, തയമം ചെയ്യാതെ മണ്ണും കിട്ടിയില്ല, നിസ്കരിക്കൽ നിർബന്ധം. അവിടെ ഫാക്കിദു തഹൂറൈനിയാണ്. അതായത് ശുദ്ധിയാക്കാനുള്ള 2 വസ്തുവും ലഭിക്കാത്തവന്. കുലിക്കാനുള്ള വെള്ളം കിട്ടിയില്ല, പകരം തയമം ചെയ്യാനുള്ള മണ്ണും കിട്ടിയില്ല, നിസ്കരിക്കാതെ കുത്തരക്കലല്ലാന്ന്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാ സുബൈക്ക് നീച്ചുമ്പോ ടാങ്കിയിൽ വെള്ളമില്ലാന്നിട്ട് ഉറങ്ങുന്ന മനുഷ്യന്മാര്. എന്തേ ടാങ്കിയിൽ വെള്ളമില്ലാന്നിട്ട് ഉറങ്ങുക? ഇനി വെള്ളം വന്നിട്ട് കുളിച്ചാല് കിണറ്റില് വെള്ളമുണ്ട്, കിണറ്റില് വെള്ളമുണ്ട്. രാത്രി ഉറക്ക നമ്മള് ടാങ്കിയിൽ വെള്ളമില്ലാത്തത് അറിഞ്ഞില്ല, കാര്യങ്ങളൊക്കെ അത് നടന്ന്. പിന്നെ സുബൈക്ക് കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോ കരണ്ടുമില്ല, തണുപ്പ്. വെള്ളം തിരിച്ചു നോക്കുമ്പോ വെള്ളവും കിട്ടുന്നില്ല. ആ നല്ല തണുപ്പ് ഗൾഫിലൊക്കെ ഇപ്പൊ ചില തണുപ്പ് പറഞ്ഞേക്കാം അല്ലെ? ഗൾഫിലൊക്കെ ചില തണുപ്പ് വെള്ളം കെട്ട് ഐസ, ടാപ്പ് തുറന്നാ വെള്ളം വരൂല, തണുപ്പ് കാരണം ടാപ്പിന്റെ ഉള്ളില് ഐസായിട്ട് ഇരിക്കായിരിക്കും വെള്ളം. അങ്ങനത്തെ തണുപ്പ് വരാണ്ട്. എന്നിട്ട് ചില ഗൾഫുകാര് പറയും ഇങ്ങനെ എന്തൊക്കെ കത്തിച്ചിട്ട് ഈ പൈപ്പ് ഇങ്ങനെ ചൂടാക്കലാണ്. ചൂടാക്കുമ്പോ വെള്ളം ഇങ്ങനെ ഐസ് ഇതാണ് ഉരുകി വെള്ളമായി വന്ന് ഒതുണ്ടാക്കുന്നൊക്കെ അവസ്ഥ ഉണ്ട്. അങ്ങനെയൊക്കെ ശക്തിയായ തണുപ്പ് കാരണം വെള്ളം കിട്ടാനില്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ വയ്യ. ഇനിയിപ്പോ വെള്ളം ഉപയോഗിച്ചോ മരിക്കുന്ന ഉറപ്പ. ആ നിലക്കുള്ള തണുപ്പ നിക്കരിക്കണ്ടാണ്. സ്ഥല ഗൾഫിലാണ്, ഒരു പിടി മണ്ണ് എവിടെയൊന്നും കിട്ടാനില്ല. നിക്കരിക്കണം, ബേക്കിന് മാതിരി കരിക്കണം. ഫാക്കിദു തഹൂറൈനി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ. അങ്ങനെ ഒരാൾ നിസ്കരിച്ചതാ. അങ്ങനെ ഒരാൾ നിസ്കരിച്ച പിന്നെ ആ നിസ്കാരം ഒന്നും കൂടി മടക്കി നിസ്കരിക്കുക, അതൊന്നും സുന്നത്തില്ല. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ ഫർള് നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചവനാവട്ടെ, ജമാഅത്തായി നിസ്കരിച്ചവനാവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധനകളൊക്കെ മൊത്താൽ ആ നിസ്കാരം ഒന്നും കൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അവിടെ ഇനിയിപ്പോ നമ്മളെ നിയ്യത്തിന്റെ വിഷയം വരുന്നത്. ഇങ്ങനെ ജമാഅത്തായിട്ടാലോ മടക്കി നിസ്കരിക്കേണ്ടത്. ഇങ്ങനെ എല്ലാം ശ്രദ്ധിക്കണം. ഇങ്ങനെ ജമാഅത്തായി മടക്കി നിസ്കരിക്കുന്ന ഇമാമത്തിനെ കരുതണം. ഫർളായ നിസ്കാരം ഇമാമായി ഞാൻ മടക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. പറഞ്ഞു നമ്മൾ നിയ്യത്തിന്റെ ഈ ഒരു മസ്അല പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ മടക്കി നിസ്കരിക്കുന്ന നിസ്കാരം അല്പം വിശദീകരിച്ചത്. ഇനിയൊരു മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ സുന്നത്തൊക്കെ ജീവിതത്തിൽ പകർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മടക്കി നിസ്കരിക്കുക എന്ന സുന്നത്ത്, അതിന്റെ ഒന്നും കൂടി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വിശാലമായി ചർച്ച ചെയ്യാം. നമ്മുടെ വിഷയം അതല്ല, നിയ്യത്തിന്റെ വിഷയം. പക്ഷെ ഈ നിയ്യത്തില് ഈ മസ്അല കടന്നു വരുന്നുണ്ട്. അപ്പൊ അവരൊന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ജുമുഅ നിസ്കാരത്തിൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ എന്ത് വേണം? നിയ്യത്തിനെ കരുതണം. അതുപോലെ തന്നെ മടക്കപ്പെടുന്ന നിസ്കാരത്തിലും തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ ഇമാമ് ഇമാമത്തിനെ കരുതണം, അല്ലെങ്കിൽ ആ നിസ്കാരം ശരിയാവൂല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അങ്ങനെ മടക്കി നിസ്കരിക്കുമ്പോ അവരൊരു ചെറിയ ചർച്ച. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കോലത്തില് ഒരാൾ നിസ്കരിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കാണെങ്കിൽ സംഗതി ഓന്റെ ഫറള് വീടിക്കണല്ലേ?
ഫറല് വീഡിയോ ഒന്നാമത്തെ നിസ്കാരം സഹീഹാവുക, അങ്ങനെ ഒരു ശർത്തുണ്ട്. ആ സഹീഹായി നിസ്കരിച്ചവനിക്കാണിത് മടക്കി നിസ്കരിക്കൽ സുന്നത്ത്. അല്ല ഒന്നാമത്തെ നിസ്കാരം ബാത്തിലാണെങ്കിൽ രണ്ടാമത്തെ നിസ്കാരം മടക്കി നിസ്കരിക്കലല്ല. ആ ബാത്തിലായ നിസ്കാരമോ വീണ്ടും നിസ്കരിക്കാണ്, അതിന് മടക്കി നിസ്കരിക്കാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഒന്നാമത്തെ നിസ്കാരം കൊണ്ട് ഫറല് വീടിയിട്ടുണ്ട്, ഒന്നാമത്തെ നിസ്കാരം കൊണ്ട് ഫറല് വീടിയിട്ടുണ്ട്. പക്ഷെ ഇനി രണ്ടാമത് ളുഹർ നിസ്കരിക്കാന്, ഫറലായ ളുഹർ ഓന്റെ നിർവഹിച്ചു കഴിഞ്ഞു, ഇനി ഓന് രണ്ടാമത് വീണ്ടും ളുഹർ നിസ്കരിക്കാണ്. അപ്പൊ നിയ്യത്ത് വെക്കേണ്ടതെന്താ? ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് ളുഹറിനെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു എന്നാണ് കരുതേണ്ടത്, അവിടെ ഫറല് എന്ന് കരുതാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഫുഖഹാക്കളുണ്ട്. പക്ഷെ ശാഫിഈ മദ്ഹബിൽ മുഅ്തമദ് എന്താണ്? ഇങ്ങനെ നിസ്കാരം മടക്കി നിസ്കരിക്കുമ്പോ ളുഹറിനെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു എന്ന് കരുതിയാ പോരാ, ഫറലാക്കപ്പെട്ട ളുഹറിനെ ഞാൻ മടക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം. ഫറലിന് കരുതണം നിർബന്ധം. ഒരു ചോദ്യം, അവരൊരു ഇഷ്കാല് വരും, അല്ല ഇവന്റെ ളുഹർ എന്ന ഫറൽ നിസ്കാരം കഴിഞ്ഞിരിക്കുന്നുവല്ലോ, ഇനി രണ്ടാമത് നിസ്കരിക്കൽ സുന്നത്തല്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇപ്പം ഫറലിന് കരുതുക? അത് വേണ്ട കാര്യം. സംഗതി ഓനക്ക് സുന്നത്തിന്റെ കൂലിയെ കിട്ടൂ, പക്ഷെ കരുതേണ്ടത് ഫറല് എന്നാണ്. അതൊക്കെ നമ്മൾ നിയ്യത്തില് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്, വളരെ വ്യക്തമായി. ഞാൻ കൂട്ടത്തിൽ ഒരു മസ്അല പറയാൻ ഞാൻ മുമ്പ് പറയണമെന്ന് കരുതിയതാ, ഞാൻ മറന്നുപോയത് ഇപ്പൊ വരച്ചു നോക്കുക. അതൊക്കെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഫിഖ്ഹുമായി യാതൊരു ബന്ധവുമില്ലാത്ത എത്രയോ സാധാരണക്കാര് വെള്ളിയാഴ്ച ജുമുഅക്ക് വരും. ജുമുഅക്ക് വരുമ്പോ അവര് ചിലപ്പം വരുന്ന സമയത്ത് രണ്ടാമത്തെ റക്അത്ത് ഇമാമ് റുകൂഉം കഴിഞ്ഞിട്ടുണ്ടാവും. ഇവരിങ്ങനെ പള്ളിക്കൽക്ക് വരുമ്പോ ഇമാം ഇങ്ങനെ അത്തഹിയാത്തിലായിരിക്കും, അവസാനത്തെ അത്തഹിയാത്തിൽ. അവസാനത്തെ അത്തഹിയാത്തിന് പറയാനില്ല, പാടൊരു അത്തഹിയാത്തുള്ള ജുമയിൽ ഉണ്ടാവുക. നമ്മളെ കോലത്തിൽ പറച്ചില് അവസാനത്തെ അത്തഹിയാത്തിനാലെ പറയും അത്തഹിയാത്ത്. അഷിം കൊയിലാത്ത് മാഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, എല്ലാം റാഹത്തിലും സന്തോഷത്തിലും ആക്കി തീർക്കുമ്പോ. അപ്പൊ ഞാൻ നോക്കട്ടെ, ഞാൻ പറയട്ടെ. അപ്പൊ ഈ രണ്ടാമത്തെ റക്അത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾ സാധാരണക്കാരും ഞാൻ പലരോടും ചോദിച്ചതാ. അതായത് കുറെ ആൾക്കാർ അവരെന്താ ചെയ്യുന്നത്? നിങ്ങള് മെല്ലെ പല്ലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കൂ, അല്ലെ അബൂസിനാനുസാരെ നിങ്ങൾ ജുമുഅക്കൊക്കെ ഈ മസാലകൾ ശ്രദ്ധിച്ചോക്കൊണ്ടു. അപ്പൊ നിങ്ങൾക്കൊരു ഇഷ്കാല് വേറെ ഉണ്ടാവും. കൊയിലേ നിങ്ങൾ ജനലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വെക്കലാണോ? അത് വേറെ മസാല. നിങ്ങളിപ്പോ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ജനലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വെക്കണ്ടേന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ട്. അവിടെ നിൽക്കട്ടെ, ഞാൻ പിന്നെ പഠിപ്പിച്ചേണ്ട അവസ്ഥ. ഫിഖ് അറിയുന്ന ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇടം വലക്ക് നോക്കൽ സുന്നത്തിന് വാതൊരു മസലുണ്ട്. കാരണം ഇപ്പൊ എന്താ ഇടത്ത് നിൽക്കണോന്നും വലത്ത് നിൽക്കണോന്നും വെച്ച പ്രയോഗവും പറ്റുന്നുണ്ടോ? അപ്പൊ ഷഹീദ് ഇഷ്കാലുണ്ടാവും. അപ്പൊ സുജൂദിന്റെ മഹലിലേക്കല്ല നോക്കണ്ടേ. അത് നമുക്ക് ഇപ്പൊ സാധാരണക്കാരെല്ലാവരും സുജൂദിന്റെ മഹലിലേക്ക് നോക്കിയാൽ മതി. ചിലപ്പം ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇടവും വലവും നിൽക്കുന്നവർക്ക് ഒരു മസ്അല അറിയാത്തവരുണ്ടാവും. അപ്പൊ മസ്അല അറിയുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ബന്ധേക്ക് എന്തെങ്കിലും പേവ് വെച്ചുന്നുണ്ടോ? അത് വേറൊരു മസ്അലയാണ്, അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. സാധാരണക്കാർക്കല്ല, ഒരു ക്ലാസ് ആയതുകൊണ്ട്. കുറെ സാധാരണക്കാരെന്താ ചെയ്യുന്നത്? നിങ്ങള് ഒരു മടങ്ങിയത് പോവുക, അത് രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് ജുമുഅ ആകെ 2 റക്അത്തല്ലേ? ഇല്ലേ? നിങ്ങൾ ചോദിക്കണം. ഞാനിപ്പോ അത് ഗൾഫിലെ അവസ്ഥ അല്ല വന്നത്. ഗൾഫിൽ എന്തോ എനിക്കറിയില്ല, ഗൾഫിൽ നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഒരു 2-3 വെള്ളിയാഴ്ച ഗൾഫിൽ ഉണ്ടായിട്ടുള്ളൂ. UAE-യിലാവുമ്പോ. പിന്നെ ഇപ്പൊ മക്കത്താവുമ്പോ 2 വെള്ളിയാഴ്ച മക്കത്ത് ഹറമിൽ നിസ്കരിക്കാൻ കൂടിയിട്ടുണ്ട്, മദീനയിലും കൂടിയില്ല. ഇപ്പൊ നമ്മൾ പരമാവധി മുമ്പിലെത്തും. പിന്നെ ഇപ്പൊ പുറത്തെന്താ നടക്കുന്നതിന്റെ വിവരം തന്നെ. പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ പള്ളിയിൽ നിസ്കരിക്കുമ്പോ സ്വാഭാവികമായും കാണുമല്ലോ നമ്മള് ജമാഅത്തായി ഇങ്ങനെ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എത്തിയ ചില ആൾക്കാർ ഇങ്ങനെ ജുമുഅക്ക് നേരം വെക്കി വരുന്നുണ്ടാവും. നേരം വെക്കി ജുമുഅക്ക് വരുന്നവരുണ്ടാവും. ഓരോ ഒറ്റ പോക്ക. അത് ഇമാമ് രണ്ടാമത്തെ റക്അത്തും കഴിഞ്ഞ് ഇഞ്ഞെന്താ ജുമുഅ കഴിഞ്ഞില്ലാണ്ട് പോവാണ്. ഒരു വിഭാഗം പോകുക, മറ്റേ വിഭാഗം എന്താകാത്ത ഒരു വന്ന് തുടരും. ഒരു അല്ലാഹു അക്ബർ. ഞാൻ അങ്ങനെ തുടരുന്ന അപ്പൊ ഷഹീദ് വേണ്ട, അത് ഇവിടെ പതിവാ.
ഇത് ആൾക്കാർക്ക് മസ്അല അറിയാത്തത് നിയ്യത്തുമായി ബന്ധപ്പെട്ടൊരു മസ്അല ഇവിടെ കടന്നു വരുന്നുണ്ട്. അല്ലപ്പൊ ജുമുഅന്റെ മസ്അല ഞാൻ പറയല്ല. ഇനി ഒരു വിഭാഗം ചെയ്യുന്നത് എന്താണെന്നറിയോ? വന്നിട്ട് അല്ലാഹു അക്ബർ. ഇതിപ്പോ ജുമുഅനെ കരുതിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, അല്ല ളുഹ്റിനെ കരുതിയിട്ട് അതൊന്നും ഓൻ ചിന്തിക്കുന്നില്ല. വന്നിട്ട് അല്ലാഹ്, കാരണം ഇത് നാട്ടേരെ ബോധിപ്പിക്കാതെ നിൽക്കാനാണ്. ജുമുഅക്ക് പോയില്ലെങ്കിൽ ആൾക്കാർക്ക് എന്താ തോന്നാനും വിചാരിച്ചിട്ട് വരിക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെയൊക്കെ ഒരു പാതി ചെക്കന്മാരുണ്ട്. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തു രക്ഷിക്കട്ടെ. ഒരു നാട്ടേരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ ഞാൻ പറയാം, എന്ത് ഇങ്ങനെ ബൈക്കേറ്റ് വരും, പള്ളിയുടെ ഗേറ്റിങ്ങനെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കും. എവിടെ എത്തിക്കണ്? അഫലായൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അവർക്ക് മനസ്സിലായി രണ്ടാമത്തെ റക്അത്താണ്. ഗേറ്റിങ്ങ നിന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക, ഏതാ ഇമാമ് സൂറത്ത് ഓതുന്നു. അഫലായൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് ആണെങ്കിൽ ഏത് പൊന്നനും തിരിയും. ജുമാന്റെ രണ്ടാമത്തെ റക്അത്താണ്. അപ്പൊ ഓനും മനസ്സിലാക്കി, ഇനിയിപ്പോ ഓലുണ്ടാക്കി കയറിയ ഇമാമിന്റെ ഒപ്പം കിട്ടൂല. ആ ബൈക്കുമ്പോ വന്ന ബൈക്ക് ഒരൊറ്റ പോക്ക. മുമ്പ് ഒരാളിനോട് തമാശയുള്ള കാര്യത്ത് പറഞ്ഞതന്നെ, ഒരു നാട്ടില് ഇയാള് എപ്പ വരുമ്പോഴും ഇമാമ് ഒന്നാമത്തെ സലാം പൂച്ചേക്കാറ്. ഒരു മനുഷ്യനെ ഒരു കാരണം ഒരു ജുമാക്ക് വരുമ്പോ അയാൾ എന്ന് വരുമ്പോഴും ഇമാമ് ഒന്നാമത്തെ സലാം പൂച്ചേക്കാരൻ പള്ളിയുടെ ഗേറ്റ് കണ്ട് കിടക്കുമ്പോ അയാൾ എന്ത് ചെയ്യും? പള്ളിയുടെ ഗേറ്റും കണ്ട് രണ്ടാമത്തെ സലാം വെച്ചിട്ട് അയാൾ തിരിച്ചു പോകും. എന്തായാലും തമാശല്ല. ഇത് ഉണ്ടായ ഒരാളെ ജീവിതത്തിൽ ഉണ്ടായ ഹക്കായ ഒരു കാര്യം പറയുന്നത്. ഞാൻ തമാശ, മൂപ്പര് എങ്ങനെ വന്നാലും പള്ളിയുടെ ഗേറ്റിങ് എത്തുമ്പോ ഇമാമ് ഒന്നാമത്തെ സലാം വീട്ടേക്കാലം. മൂപ്പര് ഗേറ്റിങ് വെച്ചിട്ട് വലൈക്കും മുസ്സലാം മൂപ്പര് ആ വന്ന വഴിക്ക് തിരിച്ചത് പോകും. ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് വന്ന് ഇമാമിന്റെ രണ്ടാമത്തെ റക്അത്തും കഴിഞ്ഞ് അവസാന തത്തഹിയ്യാത്തിൽ വന്ന് തുടർന്ന ചില ചെറുപ്പക്കാരെ, ഈ ചെരൂലൊക്കെ വന്ന് തുടർന്ന ചില ചെറുപ്പക്കാരെ, നമ്മളെ ആദ്യത്തെ പള്ളിയിലാണെങ്കിൽ ആദർശികമായി നമുക്കൊരു ഓന് രണ്ടാമത്തെ റക്അത്തില് എഴുത്തിലാലും കഴിഞ്ഞ അത്തഹിയ്യാത്തിൽ വന്ന് തുടർന്നോന ഓൻ നമ്മളൊന്ന് കരുതി വെക്കുക. അവിടെ ഓനൊന്ന് മെല്ലെ ഓനെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വൈകുന്നേരത്തെ എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോ മോനെ ഇന്ന് ജുമുഅക്ക് രണ്ടാമത്തെ റക്അത്തില് ഇമാമിന്റെ ഒപ്പം അത്തഹിയ്യാത്തിലാലോ കൂടിയത്, ഇജപ്പന്റെ നിയ്യത്ത് വെച്ച് ഓൻ ബേജാറിൽ വന്ന് അല്ലാഹു അക്ബർ ഇരുന്നു. ഒന്ന്. ഇനി മൂന്നാമത്തെ വിഭാഗം കേൾക്കണം നിങ്ങള്. ഈ രണ്ട് പലവരും ജുമുഅ നിസ്കരിക്കുന്നു നിയ്യത്ത് വെക്കും. ഇമാമ് സലാം വീട്ടിയാൽ 2 റക്അത്ത് നിസ്കരിക്കും. പല ഫിഖുമായി ഒരു ബന്ധമില്ലാതെ ഈ തേരാപാര നടക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരില്ലേ, വെറും വാട്സാപ്പും മൊബൈലിലും ഫേസ്ബുക്കിലും കളിച്ചും കൊണ്ടിരിക്കുന്ന തേരാപാര ജീവിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാര് ഓലെ നാട്ടേരെ ബോധിപ്പിക്കാൻ വേണ്ടി ജുമുഅക്ക് വരിക. കാരണം ജുമുഅക്ക് പോയില്ലെങ്കിൽ കല്യാണം മുടക്കുവോ അല്ലെങ്കിൽ മരിച്ചാല് ആൾക്കാർ വരൂലേന്ന് പോയിട്ട് അങ്ങനത്തെ വിഭാഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നലെ ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് ചെന്ന് വൈകുന്നേരത്ത് അവിടെ ഒരാള്, ഞാൻ ആ സ്ഥലം പറഞ്ഞ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ പറയാതിരിക്കുക, ഉസ്താദെ 12 വയസ്സായ കുട്ടികൾക്ക് പുല്ലില്ലാതെ ജീവിക്കാൻ പറ്റൂലെന്നാണ്. ഞാൻ ഈ തേരാപാരാന്ന് പറഞ്ഞപ്പോലെ അല്ലല്ല മലപ്പുറം ജില്ല തന്നെയാണ്, അല്ല പാലക്കാട് ജില്ല തന്നെയാണ്. ഒരു സ്ഥലത്ത് ചെന്നപ്പോ എന്നോട് ഞാനൊരാളെ കാണാൻ വേണ്ടി പോയതാ മഗ്‌രിബിന്റെ ശേഷം. അപ്പൊ അയാളോ മോന് 12 വയസ്സേക്കണ്. അപ്പൊ ആ മോൻ എവിടെങ്കിലും കൊണ്ടാക്കുന്ന വർത്താനം ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ അയാൾ പറയാ, ഉസ്താദെ 12 വയസ്സായി നാട്ടിൽ നിർത്താൻ പറ്റൂല, 12 വയസ്സായ കുട്ടികൾക്ക് പുല്ലില്ലാതെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ചോദിച്ചെന്താ മൂലിക്കുട്ടികളാണോന്ന് ചോദിച്ചു. പുല്ലില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നാണപ്പോ മൂലിക്കുട്ടികളാണോന്ന് ചോദിച്ചു. അല്ല ഉസ്താദെ കഞ്ചാവില്ലാതെ ജീവിക്കാൻ പറ്റാനാ. അപ്പൊ ഈ പുല്ലുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് എന്താണ്? കഞ്ചാവില്ലാതെ ജീവിക്കാൻ വയ്യാൻ. 12 ഇമ്മാതിരി മക്കള് ജുമുഅക്ക് വരുന്നുണ്ട്. അവർക്കിപ്പോ ജുമുഅ ജനങ്ങളെ ബോധിപ്പിക്കുക. ഞാൻ പല ചെറുപ്പക്കാരോടും ചോദിച്ചൊരു മസലത്, ഇങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ വന്ന് തുടരുക, എങ്ങനെ റുകൂഇലല്ലോ അത്തഹിയ്യാത്തില് വന്ന് തുടരുക. ഒരു ജുമുഅ എന്ന ഫർളിനെ 2 റക്അത്ത് നിസ്കരിക്കുന്നതും പറഞ്ഞ് തക്ബീറത്ത് ചെല്ലും. ഇമാമ് സലാം വീട്ടിയാൽ 2 റക്അത്ത് നിസ്കരിക്കും. ഒരു അത്രേ അറിയുള്ളൂ.
സാധാരണ ഇപ്പൊ ലുഹറാണ്. ലുഹറിന്റെ അവസാനത്തെ അത്തഹിയ്യാത്തിൽ വന്നിട്ടാണ് തുടങ്ങുന്നത്. ലുഹർ എന്ന ഫർളിനെ നിസ്കരിക്കുന്നു. ഇമാമ് സലാം വീട്ടിയ 4 റക്അത്ത് കരിക്കണം. എന്നമായി ജുമുഅ 2 റക്അത്താണ്. സലാം വീട്ടിയ 2 റക്അത്ത് കരിക്കണം. ഒരു അത്രേ ആദ്യമുള്ളൂ. അവിടെ മസല എന്താ? ഇമാമിന്റെ ജുമുഅന്റെ 2ാമത്തെ റക്അത്തിലെ റുകൂഉം കഴിഞ്ഞിട്ടാണ് ഒരാൾ തുടരുന്നത്. കാരണം 2ാമത്തെ റക്അത്തിലെ റുകൂഉം കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? റക്അത്ത് കിട്ടൂലല്ലോ, ജമാഅത്ത് കിട്ടൂലല്ലോ. റക്അത്ത് ജമാഅത്ത് കിട്ടൂലല്ലോ. ഓന് ജുമുഅ എന്ന ഫർളിനെ നിസ്കരിക്കുന്നു കരുതിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. എന്നിട്ട് ഇമാമു സലാം വീട്ടിയതിനു ശേഷം നിയ്യത്ത് ചേഞ്ചാക്കാതെ, നിയ്യത്തിൽ മാറ്റം വരുത്താതെ അവൻ 4 റക്അത്ത് ളുഹർ നിസ്കരിക്കും വേണം. ഓൻ കരുതിയത് ജുമുഅയാണ്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത്. പക്ഷെ നിസ്കരിക്കേണ്ടത് അവൻ ളുഹറാണ്. ഇത് നമ്മൾ മസാല ഗതിക്ക് മനസ്സിലാക്കി നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ജുമുഅക്ക് വൈകി വരുന്ന തേരാപാര ജീവിക്കുന്ന ഫിഖുവുമായി ബന്ധമില്ലാത്ത എത്രയോ ചെറുപ്പക്കാര് വെള്ളിയാഴ്ച മാത്രം നാട്ടുകാരെ ബോധിപ്പിക്കാൻ വരുന്ന ഒരു ജുമുഅ നിസ്കാരം പോലും ബാത്തിലായി പോകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിയ്യത്തിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. 2 മിനിറ്റ് കൂടിയുണ്ട് അബൂസിനാൻ ഉസ്താദെ. 2 മിനിറ്റിൽ ഒരൊറ്റ മസ്അല കൂടി പറയട്ടെ. ഇന്നലെ മിഞ്ഞാന്ന് ക്ലാസ്സിൽ വന്നൊരു ചോദ്യമാണ്. ഇമാമത്തിനെ കരുതൽ നിർബന്ധമില്ലാന്ന് ഉസ്താദ് പറഞ്ഞു. ഇമാമായി 4 കോലം ഒഴിച്ച് ബാക്കിയുള്ള നിസ്കാരത്തില് ഇമാമത്തിനെ കരുതൽ നിർബന്ധമില്ല. ജമാഅത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ ഓന് ഇമാമത്തിനെ കരുതിയാൽ മതി. നിസ്കാരം സഹിയാവാൻ ഇമാമത്തിനെ കരുതണ്ട. 4 കോലം ഒഴിവുണ്ടിട്ടോ. 4 കോലുണ്ട്. 4 കോലത്തിൽ ഇമാമത്തിനെ കരുതണമെന്ന് അതിൽ ജുമുഅ നമ്മൾ പറഞ്ഞു, മടക്കപ്പെടുന്ന നിസ്കാരം പറഞ്ഞു, ഇനി നേർച്ചയാക്കപ്പെടുന്ന ജമാഅത്തും മഴ കാരണം ജംആക്കപ്പെടുന്ന നിസ്കാരം. ഇത് രണ്ടുമാണ് ഇനി ബാക്കി വിശദീകരിക്കാനുള്ളത്. 4 2 വിശദീകരിച്ചു. മനസ്സിലാവാത്തവർ വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കാൻ. അപ്പൊ ഇമാമാണെന്ന് കരുതിയില്ല. മൗമൂമീങ്ങളൊക്കെ മൗമൂമാണെന്ന് കരുതും ചെയ്തു സാധാ നിസ്കാരത്തിൽ. ഇവിടെ നിസ്കാരം സഹിയാണ്, ഇമാമിന്റെ നിസ്കാരം സഹിയാണ്, മൗമൂമിന്റെ നിസ്കാരങ്ങൾ സഹിയാണ്. മൗമൂമീങ്ങൾ ജമാഅത്തിനെ അല്ലെങ്കിൽ ഇമാം മൗമൂമാവലിനെ കരുതിയത് കൊണ്ട് ഓർക്ക് ജമാഅത്തിന്റെ കൂലിയും കിട്ടും. ഇമാമത്തിനെ കരുതാത്തത് കൊണ്ട് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അവിടെ ജമാഅത്ത് സഹിഹാണ്, നിസ്കാരം സഹിയാണ്. അപ്പൊ അവിടെ ഇഷ്കാല്, ഇവൻ യഥാർത്ഥത്തിൽ ഇമാമല്ലല്ലോ. അപ്പൊ ഇവിടെ മൗമൂമിന്റെ സഹുവ് ഇമാമ് വഹിക്കും, അല്ലെ? ഇമാമ് വഹിക്കും. അതേമാതിരി തന്നെ ഈ മസ്ബൂക്കിന്റെ ഫാത്തിഹ ആര് വഹിക്കും? ഇമാമ് വഹിക്കും. ഈ ഇമാം അത് വഹിക്കുമോ? വഹിക്കും. ഇമാമത്തിനെ കരുതിയിട്ടില്ലെങ്കിലും ഇമാമ് എന്ത് ചെയ്യും? മുമ്പിൽ നിൽക്കുന്നവൻ മൗമൂമീങ്ങളുടെ വിശ്വാസപ്രകാരം ഇമാമാലോ. യഥാർത്ഥത്തിൽ ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നവൻ ഇമാമല്ല, ഞാൻ ഓ ഇമാമാണെന്ന് കരുതിയിട്ടില്ല. മൗമൂമീങ്ങളുടെ എഴുത്തിക്കാതിൽ മുമ്പിൽ നിൽക്കുന്നവനാരാ? മനസ്സിലായ ഇമാമാൻ. അപ്പൊ മൗമൂമീങ്ങൾക്ക് മസ്ബൂക്കായി വന്ന മൗമൂമിന്റെ ഫാത്തിഹ ആര് വഹിക്കും? ഈ ഇമാമ് വഹിക്കും. ഈ മൗമൂമിന് എന്തെങ്കിലും സഹുവ് സംഭവിച്ചാൽ അതാര് വഹിക്കും? ഇമാമ് വഹിക്കും. ഐഷ്കാതെന്നോ. അപ്പോൾ ഇമാമാണെന്ന് കരുതിയിട്ടില്ലെങ്കിലും മൗമൂമീങ്ങളുടെ സഹുവും മസ്ബൂക്കായ മൗമൂമിന്റെ ഫാത്തിഹയും ആര് വഹിക്കുന്നതാണ്? ഇമാമ് വഹിക്കുന്നതാണ്. ഓന് ഇമാമാണെന്ന് കരുതിയിട്ടില്ലെങ്കിലും. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ മൗലിദിന്റെ മുമ്പ് പറഞ്ഞ മസ്അല ഇൻഷാ അല്ലാഹ് പിന്നെ ചർച്ച ചെയ്യാം. ഇമാമാണെന്ന് കരുതിയിട്ടില്ലെങ്കിൽ ഇമാമത്തിന്റെ ശമ്പളം വാങ്ങാൻ പറ്റുമോ? ഇല്ലേ. ഇമാമാണെന്ന് കരുതാതെ ഒരാൾ ഇമാമിൽ നിന്ന് നിസ്കരിച്ചാൽ ശമ്പളത്തിന് നിശ്ചയിക്കപ്പെട്ട ഇമാമാണെങ്കിൽ ആ ഇമാമിന് ആ ശമ്പളം വാങ്ങാൻ പറ്റുമോ? തന്റെ മക്കൾക്ക് അത് തിന്നാൻ കൊടുക്കുമോ? അത് സാമ്പത്തിക വിഷയമാണ്. ഏതായാലും 1 മിനിറ്റ് കടമായിട്ടുണ്ട്. അപ്പൊ സിനാൻ ഉസ്താദിനോട് മാപ്പ് ചോദിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് നിയ്യത്തുമായി ബന്ധപ്പെട്ട വല്ല ഇഷ്കാലുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ PM-ലേക്ക് ചോദിക്കുക. മരിച്ചില്ലെങ്കിൽ 2ാമത്തെ ഫർളാവുന്ന തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എനിക്ക് ഓർമ്മയില്ലാത്തത്തോളം സാധാരണക്ക് ആവശ്യമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിയ്യത്തിന്റെ വിഷയങ്ങൾ വിശാലമാണ്. അങ്ങനെ വിശാലമായി നമുക്ക് മറ്റേതെങ്കിലും സമയത്ത് ചർച്ച ചെയ്യാം. നമുക്ക് 2ാമത്തെ ഫർളാവുന്ന തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് ശനിയാഴ്ച കടക്കാം എന്ന് പറഞ്ഞ് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.